പെരിയാർ ടൈഗർ റിസർവ്. അവിടെയുള്ള എടപ്പാളയ നൈറ്റ്സ് എന്ന പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ വേണ്ടിയാണ് ഇന്ന് വന്നേക്കണേ. അങ്ങനെ അവരുടെ ബോട്ടിൽ കയറി യാത്ര തുടങ്ങി. നമുക്കൊപ്പം വരുന്ന 2 ഗൈഡുമാരാണ് ആയിരിക്കുന്നത്. എന്താണെന്നറിയില്ല, എത്ര തവണ ഇവിടെ വന്നാലും പുതിയ പുതിയ കാഴ്ചകളാണ് പെരിയാർ തന്നത്. ബോട്ട് യാത്രയിൽ അങ്ങനെ ഫസ്റ്റ് സൈറ്റിങ് കിട്ടി. മ്ലാവാണ് നിൽക്കണത്, ഫീമെയിലാണത്. ഞങ്ങളുടെ തൊട്ടടുത്തായിട്ട് മറ്റൊരു ബോട്ടും കൂടി വന്നു നിന്നു. അതിൻ്റെ സൗണ്ട് കേട്ട വഴി മ്ലാവ് ഓടി കാട്ടിലേക്ക് കയറി. ഇവിടെ വന്നത് ഇൻഡിപെൻഡൻസ് ഡേയുടെ അന്നായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടുള്ള ചെറിയൊരു ആഘോഷ രീതിയാണ് ആ ബോട്ടിൽ കാണുന്നത്. ഇന്നത്തെ പ്രോഗ്രാമിന് നമ്മുടെ ഒപ്പം ഗൈഡായിട്ട് തന്നെ സാറാണ് ആയിരിക്കണം. പേര് വിശ്വനാഥൻ. അനിമൽസിൻ്റെ സാന്നിധ്യം കൂടിക്കൂടി വന്നതായിട്ട് കാണാം. ഉച്ച കഴിഞ്ഞതുകൊണ്ട് ഇനി കുറേ അനിമൽസ് ഇറങ്ങി വരുമെന്നാണ് പ്രതീക്ഷ. പറഞ്ഞു തീർന്നില്ല, അതിനു മുമ്പ് തന്നെ മറ്റൊരു സൈഡിലായിട്ട് കുറേ കാട്ടികൾ നിന്ന് ഇളം പുല്ലുകൾ കഴിക്കുന്നത് കാണാൻ പറ്റി. അവിടെ കുറച്ച് നേരം അവരെ കണ്ടു നിന്ന് ഫോട്ടോസൊക്കെ എടുത്ത ശേഷം പിന്നെ യാത്ര തുടങ്ങി. അങ്ങനെ യാത്ര തുടങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും മറ്റൊരു സൈഡിൽ പിന്നെയും കാട്ടീനെ കാണാൻ പറ്റി. നമ്മുടെ ബോട്ടിൻ്റെ സാരഥിയാണ് ഈ ഇരിക്കണത്. എടപ്പാളയ നൈറ്റ്സ് എന്ന് പറയുന്ന പ്രോഗ്രാം ബുക്ക് ചെയ്യേണ്ടത് www.periyartigerreserve.org എന്ന സൈറ്റിലേക്ക് കയറിയാണ്. 10,000 രൂപ ചാർജ് വരുന്ന ഈ പ്രോഗ്രാമിന് മിനിമം 2 പേരെങ്കിലും വേണം. 2 പേരിൽ കൂടുതൽ ആളുകളുണ്ടെങ്കിൽ ഒരാൾക്ക് 2,500 രൂപ വെച്ച് അഡീഷണൽ കൊടുക്കേണ്ടി വരും. ഇറങ്ങാനുള്ള സ്ഥലം എത്താറായെങ്കിലും ഇവരുടെ സംസാരം ഇതുവരെ കഴിയാറായിട്ടില്ല. ഞങ്ങളെവിടെ ഇറക്കി വിട്ടിട്ട് ബോട്ട് തിരിച്ചു പോവുകയാണ്. നോർത്ത് ഇന്ത്യയിൽ നിന്നുള്ള 3 ഗസ്റ്റ് കൂടി നമ്മുടെ ഈ പ്രോഗ്രാമിനുണ്ട്. തിരുവിതാംകൂർ മഹാരാജാവ് പണി കഴിപ്പിച്ച അദ്ദേഹത്തിൻ്റെ സമ്മർ പാലസാണ് ഈ കാണുന്നത്. ഇതിൻ്റെ മുന്നിൽ കൂടെയാണ് നമുക്ക് നമ്മുടെ കോമ്പൗണ്ടിലേക്ക് പോകേണ്ടത്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച ഉണ്ടല്ലോ, അത് എടുത്തു പറയേണ്ട ഒന്നാണ്. അത്രയ്ക്ക് മനോഹരമാണ് ഇവിടെ. അവിടെ കുറച്ച് നേരം നിന്ന ശേഷം നമ്മുടെ റൂമിൻ്റെ അടുത്തേക്ക് നടക്കാൻ തുടങ്ങി. നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ മുന്നിൽ കാണുന്ന ഈ സ്ഥലത്ത് ആനയോ മറ്റു മൃഗങ്ങളൊക്കെ വെള്ളം കുടിക്കാൻ വന്നാൽ കാണാൻ പറ്റും. ഈ കാണുന്ന സ്ഥലത്താണ് ഇന്ന് സ്റ്റേ ചെയ്യാൻ പോണത്. നമ്മുടെ ഒപ്പം വന്ന സാറുമാർ സ്റ്റേ ചെയ്യുന്ന സ്ഥലം ഇവിടെയാണ്. ഇവിടെ തന്നെയാണ് കിച്ചണും. ആ പാലസിൻ്റെ തൊട്ടടുത്ത് തന്നെയായിട്ടാണ് ഈ കോമ്പൗണ്ട് ഉള്ളത്. മൊത്തത്തിൽ ഇവിടെ ചുറ്റും ട്രെഞ്ച് കത്തിയിട്ടുണ്ട്. അപ്പോൾ അനിമൽസ് എന്തായാലും കിടക്കില്ല. അതുമാത്രമല്ല, ഇലക്ട്രിക് ലൈനും വലിച്ചിട്ടുണ്ട്.
നമ്മൾ സ്റ്റേ ചെയ്യണതിൻ്റെ മുമ്പിലുള്ള കാഴ്ചയാണ് ഈ കാണുന്നത്. എന്ത് മനോഹരമാണെന്ന് നോക്കി. ഇവിടെ അനിമൽസ് വന്നില്ലെങ്കിലും കുഴപ്പമില്ല, നമ്മൾ ഈ ലാൻഡ്സ്കേപ്പ് കൊണ്ട് അങ്ങനെ ഇരുന്ന് പോകും. ഇവിടെ മൊബൈൽ ഫോണിന് റേഞ്ച് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് പുറം ലോകമായിട്ട് യാതൊരു ബന്ധവും ഉണ്ടാവില്ല. വന്ന് റെസ്റ്റൊക്കെ എടുത്ത ശേഷം ചെറിയൊരു ചായയൊക്കെ കുടിച്ചു കഴിഞ്ഞ് വിശ്വനാഥൻ സാറിൻ്റെ ഒപ്പം ട്രെക്കിങ്ങിന് പോവുകയാണ്. ഉച്ചയ്ക്ക് 1 മണിയാകുമ്പോഴത്തേക്കും ഇവരുടെ ബോട്ട് സർവീസിൻ്റെ അവിടെ ഒരു ഓഫീസുണ്ട്, അവിടെ നമ്മളെത്തണം. അവിടെ നമ്മുടെ ഡീറ്റെയിൽസൊക്കെ എഴുതി കൊടുത്തിട്ട് പിന്നെ അവരുടെ ബോട്ടിലാണ് ഇങ്ങോട്ട് വന്നത്. ഈ പാക്കേജിൽ വൈകുന്നേരം നമുക്ക് ഡിന്നർ ഉണ്ടാവും, പിന്നെ കാലത്തെ ബ്രേക്ക്ഫാസ്റ്റ്, അത് കഴിഞ്ഞാൽ മെയിനായിട്ടൊരു ട്രെക്കിംഗ് ഉണ്ട്. രാവിലെ 6:30 to 7 അതിൻ്റെ ഉള്ളിൽ തന്നെ ട്രെക്കിംഗ് സ്റ്റാർട്ട് ചെയ്യും. അത് കഴിഞ്ഞ് വന്ന ബ്രേക്ക്ഫാസ്റ്റ്, ഫുഡ് കഴിച്ച് കഴിഞ്ഞ ശേഷം റെസ്റ്റ് എടുക്കാം. 12 മണിയാകുമ്പോഴത്തേക്കും നമുക്ക് തിരിച്ചു പോകാനുള്ള ബോട്ട് വരും. ഇവിടുത്തെ റൂമും കാര്യങ്ങളൊക്കെ നല്ല വൃത്തിക്കാണ് കേട്ടോ ഒരു മെയിൻറ്റെയിൻ ചെയ്യണത്. നമ്മുടെ ഗൈഡുമാരുടെ അടുത്ത് ഒന്ന് വന്ന് നോക്കിയതാണ് രാത്രി എന്താ പരിപാടി എന്നറിയാൻ. അങ്ങനെ വന്ന് നോക്കിയപ്പോൾ അതെ നമ്മുടെ സാറുമാർ നമുക്കുള്ള ചപ്പാത്തിയും ചിക്കൻ കറി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. അധികം വൈകാണ്ട് റെഡിയാവുമെന്നാണ് വിശ്വനാഥൻ സാറ് പറഞ്ഞത്. എന്തായാലും അവരൊന്ന് സഹായിക്കാമെന്ന് വെച്ച് ഞങ്ങൾ അടുക്കളയിലേക്ക് കയറി. കഴിക്കാനുള്ള ടൈമായപ്പോൾ സാറ് വന്ന് ഞങ്ങളെ വിളിച്ചു. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ഇവിടെ വന്ന് നോക്കിയപ്പോഴത്തേക്കും എല്ലാം കൊണ്ടുവയ്ക്കുകയാണ്. ചപ്പാത്തി, ചിക്കൻ കറി, സലാഡ്. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് സാറുമാരായിട്ട് സംസാരിച്ചിരുന്ന് സമയം പോയതറിഞ്ഞില്ല. നാളെ കാലത്ത് തന്നെ ട്രെക്കിങ്ങിന് പോകണമല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ പോയി കിടക്കാൻ പോവാണ്. ട്രെക്കിങ്ങിന് പോകാനുള്ളതുകൊണ്ട് രാവിലെ തന്നെ റെഡിയായി. മേളിൽ കൂടെ എന്തോ ഓടുന്ന സൗണ്ട് ഇട്ട് ചെന്ന് നോക്കിയപ്പോൾ ഇരിക്കണു കുരങ്ങച്ചൻ. രാവിലെ തന്നെ വിശ്വനാഥൻ സാറും ഞങ്ങളും പെട്ടെന്ന് റെഡിയായി. അങ്ങനെ ട്രെക്കിങ് തുടങ്ങാൻ പോവാണ്. സൂര്യനാണെങ്കിൽ ഉദിച്ചു വരുന്നതേ ഉള്ളൂ. മഴക്കാലത്ത് തേക്കടി കാണാൻ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ്. ഞങ്ങളങ്ങനെ നടന്നുകൊണ്ടിരുന്നപ്പോൾ ഒരു സൗണ്ട് കേട്ടു. സാറ് ഞങ്ങളോട് നിൽക്കാൻ പറഞ്ഞ് നോക്കിയപ്പോൾ നിൽക്കണു കാട്ടി. ആള് ഞങ്ങളെ കണ്ടു കഴിഞ്ഞു. സൂക്ഷിച്ച് നോക്കുകയാണ്, ഞങ്ങൾ പ്രശ്നക്കാരാണോ അല്ലയോ എന്നാണ് ആൾ ചിന്തിക്കണേ. കുറേ നേരം ആളങ്ങനെ നോക്കി നിന്നു. എന്ത് ചെയ്തിട്ടും ആൾ നോട്ടം മാറ്റണില്ല. ഞങ്ങളെ തന്നെ സൂക്ഷിച്ച് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ പ്രശ്നക്കാരല്ലാന്ന് ആൾക്ക് മനസ്സിലായി. അങ്ങനെ ആളാക്കടെ വഴിക്ക് പോയി. സാറ് ഞങ്ങളോടവിടെ നിൽക്കാൻ പറഞ്ഞിട്ട് മുന്നോട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞു. കാരണം അതുങ്ങളുടെ കൂട്ടം ആ പരിസരത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഓടി വന്നാൽ ആകെ തീരുമാനമാവും. ആ മനുഷ്യന് ഈ കാടുമായിട്ട് വളരെ വലിയ ബന്ധമാണുള്ളത്. അദ്ദേഹം ജീവിച്ച് വളർന്നു വന്ന കാടാണിത്. ഈ കാടിൻ്റെ ഓരോ മുക്കും മൂലയും, അതുപോലെ തന്നെ ഈ കാടിൻ്റെ സ്വഭാവവും അദ്ദേഹത്തിന് അറിയാവുന്നതുപോലെ മറ്റാർക്കും അറിയില്ല.
സാറ് നല്ല രീതിക്ക് തന്നെ സെർച്ചിങ് കഴിഞ്ഞ ശേഷം ഞങ്ങളോട് വന്നോളാൻ പറഞ്ഞു. സാറ് പതുക്കെ വരാനായിട്ട് നിർദ്ദേശം തന്നു. അവിടെ ചെന്ന് എന്താണെന്ന് നോക്കിയപ്പോൾ അങ്ങ് ദൂരെ ഒരു ഓപ്പൺ പ്ലേസിൽ ആനയും കുഞ്ഞും. ആ ഫ്രെയിം ഒന്ന് നോക്കിക്കേ, എന്താ ഭംഗിന്ന്. ഓപ്പൺ പ്ലേസിൽ ആരുടെയും ശല്യമില്ലാണ്ട് സ്വസ്ഥമായിട്ട് അവർ മേഞ്ഞ് നടക്കുവാണ്. അവരാ പുല്ല് പറിച്ച് അതിലെ ചെളി ആ വെള്ളത്തിലിട്ട് അലമ്പി കളയണ കണ്ടോ. അവരെ കുറേ നേരം കണ്ടു നിന്ന ശേഷം ഞങ്ങൾ തിരിച്ചു നടന്നു. നമ്മൾ ഇനി അവർക്കൊരു ശല്യമാവണ്ട. പിന്നെ എന്തോ അനക്കം കേട്ടു. സാറ് സെർച്ചിങ് ആരംഭിച്ചേക്കുവാണ്. എന്തെങ്കിലും കാണുമല്ലോ എന്ന് പറയാൻ പറ്റില്ല. അവിടെ താഴെയായിട്ട് ഒരു ഓപ്പൺ പ്ലേസിൽ കാട്ടി നിൽക്കണ്ടെന്ന് സാറ് പറഞ്ഞു. അത് ഞങ്ങളുടെ സൗണ്ട് ആദ്യമേ തന്നെ കേട്ടു. അതുകൊണ്ട് തന്നെ അതവിടെ നിന്ന് മാറിപ്പോയി. ഞങ്ങൾ നടന്ന് അങ്ങനെ പിന്നെയും ഒരു ഓപ്പൺ പ്ലേസിൽ എത്തിയേക്കുവാണ്. സാറ് ഞങ്ങളോട് ഇവിടെ റെസ്റ്റ് എടുത്തോളം പറഞ്ഞു. ആൾ സെർച്ചിങ്ങിന് പിന്നെയും പോയേക്കുവാണ്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങളോട് പറയാമെന്ന് പറഞ്ഞു. ഞങ്ങൾ വന്ന വഴിയിലും ഇവിടെയുമായിട്ട് മലമുഴക്കി വേഴാമ്പലിൻ്റെ സൗണ്ട് കേട്ടു. പക്ഷേ നേരിട്ട് കാണാൻ ഇതുവരെ പറ്റിയിട്ടില്ല. അനിമൽസ് എന്തെങ്കിലും ഉണ്ടോ എന്ന് കാര്യമായിട്ട് തന്നെയാണ് സാറ് നോക്കുന്നത്. മനോഹരമായ ട്രെക്കിങ്ങിന് ശേഷം ഞങ്ങളുടെ റൂമിൻ്റെ അടുത്ത് എത്തിയേക്കുവാണ്.
ഇനി കുളിച്ചൊന്ന് ഫ്രഷ് ആവണം, ഭക്ഷണം കഴിക്കണം. കുളിച്ച് ഫ്രഷായി, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. നേരെ മുന്നേ കാണുന്ന സ്ഥലത്ത് വന്നിരുന്നു. എന്താ ഭംഗിയെന്ന് നോക്കി. അങ്ങനെ ഇരുന്ന് വല്ല അനിമൽസ് ഉണ്ടോ എന്ന് നോക്കിയപ്പോൾ അതേ മ്ലാവുകൾ കൂട്ടമായിട്ട് വെള്ളം കുടിക്കാൻ വന്നു. ബോട്ടിങ് എന്നത്തെ പോലെ ആരംഭിച്ചേക്കുവാണ്. നമുക്ക് പോകാനുള്ള ബോട്ട് 12 മണി 12:30 ആകുമ്പോഴത്തേക്ക് എത്തുമെന്നാണ് വിശ്വനാഥ് സാറ് പറഞ്ഞേക്കണേ. അങ്ങനെ ഞങ്ങളെല്ലാം പാക്ക് ചെയ്ത് ബോട്ടിനായി കാത്തിരിക്കുകയാണ്. ഞങ്ങളങ്ങനെ ബോട്ടിലേക്ക് കയറി. സാറാണെങ്കിൽ നമ്മുടെ ബോട്ടിൻ്റെ സാരഥിയുമായിട്ട് സംസാരം തുടർന്നുകൊണ്ടിരുന്നു. തിരിച്ചു വന്ന വഴി ലാസ്റ്റ് സൈറ്റിംഗ് ആണത്. ഒരു ഉടുമ്പും കുട്ടനാണ് പോണേ. കാടിനെ സ്നേഹിക്കുന്ന എല്ലാവർക്കും, അതുപോലെ തന്നെ എല്ലാ തിരക്കിൽ നിന്നും മാറി നിൽക്കണമെന്ന് ചിന്തിക്കുന്നവർക്കും വരാൻ പറ്റിയൊരു പ്രോഗ്രാമാണ് പെരിയാർ ടൈഗർ റിസർവിലെ ഈ എടപ്പാളയം നൈറ്റ്സ്. പെരിയാർ ടൈഗർ റിസർവിലെ എടപ്പാളയം നൈറ്റ്സ് എന്ന് പറയുന്ന പ്രോഗ്രാം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം.